ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി. ഡാനി, വളരെ പ്രധാനപ്പെട്ട കാര്യം, മറ്റ് പ്രതികളുമായി സംഘത്തിലുള്ള മറ്റ് ആരുമായും സവാദിന് ബന്ധമുണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള അന്വേഷണമാണല്ലോ ഈ കഴിഞ്ഞ സമയങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. കൂട്ടുപ്രതി സജിൽ ഇയാളെ കണ്ടു എന്ന് പറയുന്നു. കുറ്റകൃത്യം നടന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് ആ ദിവസം മാത്രം, അതിനുശേഷം മറ്റുള്ളവർക്കും ഇയാളുമായിട്ട് ബന്ധമില്ല. സ്വാഭാവികമായിട്ടും 13 വർഷത്തോളം ഒരു പ്രതി പല രീതിയിൽ പല സ്ഥലങ്ങളിലായി കണ്ടു എന്നുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന അന്വേഷണം, കൃത്യമായ ഒരു ബാക്കപ്പ് ഇയാൾക്കുണ്ടായിരുന്നു എന്ന് ടി ജെ ജോസഫ് സംശയിക്കുന്നത് പോലെ അതൊരു വലിയ വിഷയം തന്നെയാണ്. അന്വേഷണത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് വഴി തുറക്കാൻ ഒന്നാം പ്രതിയുടെ അറസ്റ്റ്, അയാൾ പിടിയിലായത് വഴിവെക്കാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ? അപർണ, ഇക്കാര്യത്തിൽ ഈ ഒരു അറസ്റ്റ് നിർണായകമാകുമെന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികളും സൂചിപ്പിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഗൂഢാലോചന രാജ്യത്തിനകത്തും പുറത്തും തന്നെ നടന്നിരുന്നു. കാരണം ഇതിൽ ഫണ്ട് വന്നിട്ടുള്ളതായി, പുറമേ നിന്ന് രാജ്യത്തിന് പുറത്തുനിന്ന് തന്നെ ഫണ്ട് വന്നിട്ടുള്ളതായി, ഈ ഒരു കൃത്യത്തിലേക്ക് വേണ്ടി എത്തിയിട്ടുള്ളതായിട്ട് നേരത്തെ തന്നെയും സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു ലിങ്കിലേക്ക് പോകാൻ, അത് ഈ പറയുന്നതിനപ്പുറത്തേക്ക് അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് അതിന് സാധ്യമായിരുന്നില്ല. ഈ നേരത്തെ സംസാരിച്ചതുപോലെ, ടി ജോസഫ് സംസാരിച്ചതുപോലെ തന്നെ ഇത് ചെയ്തവരിലേക്ക് എത്തുക എന്നത് തന്നെയാണ്. കാരണം ഈ ചെയ്തതെല്ലാം ആളുകൾ വെറും ടൂൾ മാത്രമാണ്. ഇത് കൃത്യമായി ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചവരിലേക്ക് അന്വേഷണം ഇതുവരെയും എത്തിയിട്ടില്ല എന്നതടക്കമുള്ള ചില സൂചനകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് എത്തുവാനും വേണ്ടി ഈ സവാദിന്റെ ഒരു അറസ്റ്റ് സഹായിക്കുമോ എന്നതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. കാരണം വിവിധ ഇടങ്ങളിലായിട്ട് ഇയാൾ ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒളിവിലായിരുന്നു. പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ MK നാസറിനൊപ്പം ഇയാൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ പൊതുവിൽ അനുമാനിക്കുന്നത്. എന്നാലും പിന്നീട് ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെയും കിട്ടിയിട്ടില്ല എന്നതാണ്. കാരണം ഇയാൾ പലയിടങ്ങളിലേക്ക് താമസം, അതായത് ഇയാൾ ഒളിയിടങ്ങൾ മാറുമ്പോൾ അതെല്ലാം ഒരു രാജ്യങ്ങളിലേക്കാണ് മാറുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അത്തരം വിപുലമായ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിരുന്നു കൊണ്ട് ഇയാൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ മറ്റിവിടങ്ങളിലേക്കൊക്കെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലൊരു സഹായം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് NIA പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ രീതിയിലുള്ളൊരു ഫണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. വളരെ ആസൂത്രിതം തന്നെയായിരുന്നു. എങ്കിൽ അത് ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണങ്ങളിലേക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇയാളുടെ അറസ്റ്റ് ഏതെങ്കിലും രീതിയിൽ ഉപകരിക്കപ്പെടുമോ എന്നതാണ്. കാരണം ഇത് കൃത്യം ചെയ്തൊരാൾ എന്നതിനപ്പുറം ഇതിന്റെ ആസൂത്രകൻ ആണോ, അല്ലെങ്കിൽ ഈ ആസൂത്രകരെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ കൃത്യമായി വിവരം ലഭിക്കുന്ന ഒരാളാണോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഈ സവാദിനെ കുറിച്ച് വ്യക്തതയില്ല. എങ്കിൽ കൂടിയും കുറെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ കൂടുതൽ കാലം ഒളിയിടങ്ങളിലേക്ക് മാറ്റുക എന്ന രീതി അനുവർത്തിക്കുകയും ചെയ്തത്. ഇനി ഈ അറസ്റ്റ് കൂടുതൽ ഈ കൈവെട്ട് കേസിൽ ഇതുവരെ ഉണ്ടായിരുന്ന വിവരങ്ങൾക്കപ്പുറം മറ്റെന്താണ് എന്നത് സംബന്ധിച്ചാണ് ഇനി അന്വേഷണം വേണ്ടത്. അത്തരം കാര്യങ്ങളിൽ ഇയാളുടെ അറസ്റ്റിന് ശേഷം പിന്നീടുള്ള ചോദ്യം ചെയ്യലിലും കാര്യങ്ങളിലും എല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ പേരിലേക്ക് ഇനി അന്വേഷണം ചെല്ലേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ആ വിവരങ്ങൾ കൂടി ഇയാളിൽ നിന്ന് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയും അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. റൈറ്റ്. അധ്യാപകന്റെ കൈവെട്ട് കേസ് ഒന്നാം പ്രതി സവാദ് പിടിയിൽ. സവാദിനെ NIA പിടികൂടിയത് 13 വർഷങ്ങൾക്ക് ശേഷം. ഉദ്യോഗസ്ഥരുടെ വിജയമാണ് ഇതെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് ന്യൂസ് 8നോട് പ്രതികരിച്ചു.